ഇന്നലെ ബ്രസീൽ ജപ്പാൻ കളി കഴിയുന്നവരെ ഞാനും പല സുഹൃത്തുക്കളും കൂടി ഇരുന്നിട്ടായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ദിലീപിൻ്റെ നമ്മളൊരു അതിൻ്റെ അകത്ത് കാർഡിൽ വരുത്തിയ ഒരു ചില ടേംസ് ഉണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞിരുന്നത് ജപ്പാൻ്റെ ഭയങ്കര കൃത്യമായിട്ടുള്ള ട്രാൻസിഷൻ, സ്പീഡ്, ഡിഫെൻസീവ് കോമ്പാക്ട്നെസ്, ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെ ഞാൻ ചോദിക്കുമ്പോൾ ഒക്കെ ദിലീപ് പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ ശരിയാണ്, മാത്രമല്ല കഴിഞ്ഞ വർഷം 3-2 തോൽപ്പിച്ചതുമാണ്, എന്തായാലും ബ്രസീൽ ജയിക്കും, അതിനുള്ള ഒരു ആൻസലോട്ടിയുടെ ഒരു പ്രോഗ്രാം അതിനകത്തുണ്ട്, അത് സംഭവിക്കുന്നുള്ളത്. അത് പക്ഷേ നമ്മൾ അവസാനം വരെ നോക്കുമ്പോഴും അങ്ങനെയുള്ള ഒരു കളി ബ്രസീൽ കളിക്കുന്നുണ്ട്. പക്ഷെ അത് ആ ഒരു ഫങ്ഷനിലാവുന്ന ആ ഒരു മെത്തഡ് ഭയങ്കരമായി തോന്നി. ഈ നമ്മള് കഴിഞ്ഞൊരു ദിവസം പോർച്ചുഗലിന്റെ കാര്യം പറഞ്ഞു. ഒരു മികച്ച കോച്ചിന് കളി നടക്കുന്ന സമയത്ത് എല്ലാ ടീമും ഒരു പ്ലാനായിട്ടാണ് കളിക്കളത്തിൽ ഇറങ്ങുക. അത് എല്ലാ ദിവസവും അത് ക്ലിക്ക് ആവണമെന്നില്ല. ഒരു പ്ലാൻ എ നമുക്ക് ഉണ്ടാവും, അത് ശരിയായില്ലെങ്കിൽ ഒരു പ്ലാൻ ബിയും പ്ലാൻ സിയും ചിലപ്പോൾ വേണ്ടി വരും. അത് മികച്ച കോച്ചുമാർക്ക് എപ്പോഴും അത് ഉണ്ടാവും. ഇന്നലെ കാർലോ ആൻസലോട്ടി അതാ കാണിച്ചു. ഒന്നാം പകുതി ശരിക്കും ജപ്പാൻ അർഹിച്ച ലീഡ് തന്നെയായിരുന്നു. അവര് നല്ലൊരു ഗോൾ അടിച്ചു, ഒരു ബ്രസീലിയൻ ശൈലി ഗോളായിരുന്നു അത്. പെട്ടെന്ന് മിഡ്ഫീൽഡിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് പണ്ട് ബ്രസീലൊക്കെ അടിച്ചിരുന്ന ഒരു ഫാൽക്കോ, ഒരു എഡേറൊക്കെ അടിക്കാൻ പറ്റിയിരുന്ന ഒരു ഗോളായിരുന്നു. പക്ഷെ അത് കൂടാതെ അവർക്ക് കളിക്കേണ്ട കളി അവർ ഫസ്റ്റ് ഹാഫിൽ കളിച്ചു. അത് ആൻസലോട്ടിക്ക് മനസ്സിലാവുകയും ചെയ്തു, ഇത് ഈ കളി നമ്മുടെ നിന്ന് വിട്ടുപോവാണ്. രണ്ടാം പകുതിയിൽ ആ കളിക്കാരെ അധികം ഒന്നും മാറ്റിയിട്ടില്ല, പക്ഷെ ആ കളിയുടെ ശൈലി ആകപ്പാട് മാറി. 40 ക്രോസാണ് ബ്രസീൽ കൊടുത്തത് ഇന്നലത്തെ കളിയിൽ. 40 ക്രോസ്. അത് സാധാരണ ഒരു യൂറോപ്യൻ ടീമിന്റെ ഒരു ശൈലിയാണ്, ഇങ്ങനെ കുറെ ക്രോസ് കൊടുക്കുന്നത്. പക്ഷെ അവർക്ക് മനസ്സിലായി ജപ്പാന്റെ ഒരു വീക്ക്നെസ് ഇതാണ്. പ്രത്യേകിച്ച് ഫാർ പോസ്റ്റിൽ റണ്ണേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ അവർക്ക് ഫിനിഷ് ചെയ്യുക, അല്ലെങ്കിൽ തിരിച്ചിങ്ങോട്ട് ഹെഡ് ചെയ്ത് ഇവിടെ സെൻട്രൽ റണ്ണർ ഒരാൾക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി വെച്ച് മുന്നോട്ട് പോയിട്ടാണ് 2 ഗോളും വരുന്നത്, കാശ്മീരോന്റെ. പിന്നീട് രണ്ടാമത്തെ ഗോൾ പിന്നെ തട്ടിയെടുത്തതാണ് ടനാക്കയുടെ മിസ്റ്റേക്ക്. പക്ഷെ ആ ഒരു കുറേം കൂടി ഒരു ഇന്റൻസിറ്റിയോടുകൂടി ആ എൻട്രിക്ക് വന്നതും വലിയൊരു വ്യത്യാസമായിരുന്നു. അപ്പൊ അങ്ങനെ രണ്ടാം പകുതിയിൽ കംപ്ലീറ്റ് ആയിട്ട് മാറി. ആ രണ്ടാം പകുതി കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ബ്രസീൽ അർഹിച്ചിട്ടില്ല ആ ജയം. ഈ സെനോയുടെ ആദ്യത്തെ ഗോൾ ഉണ്ടല്ലോ, അവര് ഗോൾ മേക്ക് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി അതെങ്ങനെയാണ്? ആദ്യം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അപ്പോഴും ബ്രസീൽ ഗോൾ അടിക്കുന്ന വിചാരിക്കുന്നത്. അത് അവരുടെ ട്രാൻസിഷന്റെ ഗുണമാണ്. ഒരിക്കൽ അവർക്ക് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഡേഞ്ചറസ് പൊസിഷനിൽ ബോൾ കിട്ടിക്കഴിഞ്ഞാൽ അത് അവർ ഷിഫ്റ്റ് ചെയ്യുന്നത് വളരെ സ്പീഡിലാണ്. പിന്നെ രണ്ടാം പകുതിയിൽ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ജപ്പാന്റെ കയ്യിൽ നിന്ന് കളി വിട്ടുപോകാനൊരു കാരണം അവർ സബ്സ്റ്റിറ്റ്യൂഷൻസ് 2-3 ചെയ്തു. അത് മോശമായിട്ടുള്ള കളിക്കാരൊന്നും അല്ല പിച്ചിൽ വന്നിട്ടില്ല, നല്ല കളിക്കാർ തന്നെയായിരുന്നു. പക്ഷെ അവർ മാറ്റിയ കളിക്കാർ, ജുനിയ ഈറ്റോ, റിറ്റ്സു ഡോൻ, നാക്കമുറി, ഇവർ 3 പേരും മുന്നോട്ട് പോയി ഗോൾ അടിക്കാൻ കഴിവുള്ള കളിക്കാരും കൂടി. അപ്പൊ അവര് പോയപ്പോ ബ്രസീലിന്റെ ആ ബാക്ക് ലൈനിനും ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിനും കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് വന്നു. നമ്മളെ എന്താ പറയുക, ഒരു ട്രാൻസിഷനിൽ ഹേർട്ട് ചെയ്യാൻ ഏറ്റവും സാധ്യതയുള്ള കളിക്കാർ പെട്ടെന്ന് അവിടെ ഇല്ല. അതിന് മാറ്റാൻ കാരണങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ പല കോച്ചസും ഇത് മെഡിക്കൽ സ്റ്റാഫും അവരുടെ ഓരോ മെട്രിക്സും ഇതൊക്കെ നോക്കിയിട്ടാണ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത്. അപ്പൊ അതിന് വല്ല കാരണം ഉണ്ടാവും. പക്ഷെ അത് ശരിക്കും ബാലൻസ് ബ്രസീലിന്റെ ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഈ ഗ്രൂപ്പ് സ്റ്റേജിൽ കളിച്ചതിനെക്കാട്ടും മികച്ചൊരു കളിയാണല്ലോ ബ്രസീൽ കളിച്ചത്. അത് ആൻസലോട്ടി പറഞ്ഞു, ഇത് ഞങ്ങളുടെ ഏറ്റവും മികച്ച കളിയായിരുന്നു, ഒരു സംശയമില്ല അതിനെ പറ്റി. അതിപ്പം ഒന്നുകിൽ ഐവറി കോസ്റ്റ് അല്ലെങ്കിൽ നോർവേ ആയിട്ടായിരിക്കും അടുത്ത പ്രാവശ്യം ഏറ്റുമുട്ടേണ്ടി വരിക. അപ്പൊ ഇതിൽ നമ്മൾ പ്രതീക്ഷിച്ചത് ബ്രസീലിന്റെ ഒരു തുടക്കമൊക്കെ കണ്ടിട്ട് ഞാനൊക്കെ പ്രതീക്ഷിച്ചത് മുന്നോട്ട് പോകാൻ സാധ്യതയില്ലാത്തൊരു ടീമായിരിക്കുന്ന. പക്ഷെ ദിലീപ് അന്നേരം വളരെ ആത്മവിശ്വാസത്തോട് പറയുന്നുണ്ടായിരുന്നു ബ്രസീൽ മുന്നോട്ട് പോകുന്നു. ഇനി ഈ കളിയിൽ ഇനി അങ്ങോട്ടുള്ള ഒരു ബ്രസീലിന്റെ പ്രയാണം എങ്ങനെയായിരിക്കും? ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ ഒരു കോച്ചുള്ളിടത്തോളം കാലം ഒരു ലിമിറ്റും ഇല്ല ഒരു ടീമിന് എത്ര ദൂരം പോകാൻ പറ്റുന്നുള്ള. ഇതിലിപ്പോ ഞാൻ വേറെ ഒരു ഉദാഹരണം പറഞ്ഞു, നെയ്മർ ജൂനിയർ ഫിറ്റ് ആണ്, അല്ലെങ്കിൽ ബെഞ്ചിൽ അവിടെ ഉണ്ടാവില്ല. കഴിഞ്ഞ കളി 15 മിനിറ്റ് കളിച്ചതാണ്. വേറെ ഒരു കോച്ചും ധൈര്യപ്പെട്ടില്ല, പ്രത്യേകിച്ച് നെയ്മർ ജൂനിയറിന്റെ റെക്കോർഡ് ജപ്പാനെതിരെ ഇന്നലെ 9 ഗോളും 3 അസിസ്റ്റും. വേറെ ഏത് കോച്ചാണെങ്കിലും ആ നെയ്മറിനെ ഇറക്കുമായിരുന്നു, പ്രത്യേകിച്ച് കളി തോറ്റ് നിൽക്കുന്ന സമയം അല്ലെങ്കിൽ 1-1 സമനില എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്ന സമയം.
പക്ഷെ ആൻസ്ലോട്ടിക്ക് ആ മെത്തേഡിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ഈ കളിക്കാരെ വെച്ച് ഈ രീതിയിൽ കളിച്ചാൽ ജയിക്കും, വേണ്ടി വന്നാൽ അപ്പോൾ എക്സ്ട്രാ ടൈമിലോട്ട് നെയ്മറിനെ ഇറക്കാന്ന്. ആ ഒരു ആത്മവിശ്വാസം ഒരു കോച്ചിന് വേണമെങ്കിൽ അത്രയും നേടിയിട്ടുള്ള ഒരു കോച്ചായിരിക്കണം. സാധാരണ ഒരാൾക്ക് ഇത്ര ഒരു സ്റ്റാർ പ്ലെയറെ ബെഞ്ച് ചെയ്ത് വെക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല. അപ്പം നമ്മളിപ്പോൾ ഒരു മുന്നോട്ടുള്ള സംഗതികൾ പറയുകയാണെങ്കിൽ ബ്രസീലിൽ ഒരു കുറച്ചും കൂടി വളരെ സ്ട്രോങ് ആയ ടീമായി മാറിയോ ഇന്നലത്തെ കളിയോട് കൂടി? സ്ട്രോങ് ആയിട്ടുള്ള ടീമായി മാറിയെന്ന് പറഞ്ഞാൽ ഒരു സ്ട്രോങ് ടീമാണ് അത്. ഇപ്പോഴാണ് പക്ഷെ കളിക്കാരുടെ ഓരോ റോൾസ് അവർക്കും മനസ്സിലാവുന്നത്, കോച്ചിനും മനസ്സിലാവുന്നത്. ഇവരധികം ഒരുമിച്ച് കളിച്ചിട്ടില്ല ഈ കോച്ചിന്റെ കീഴിൽ കമ്പറ്റിറ്റീവ് മാച്ചിൽ. അപ്പൊ അത് എത്രയായാലും ഒരു വ്യത്യാസം തന്നെയാണ്. ഫ്രണ്ട്ലി മാച്ചിന് ഒരിക്കലും ഈ ഒരു ഇന്റൻസിറ്റി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊരു കാര്യം. പക്ഷെ ഇനി വരാനുള്ള റൗണ്ടുകളിൽ എളുപ്പ മാച്ചസ് ഒന്നുമില്ല. ഇപ്പൊ നമ്മള് ഇന്നലെ തന്നെ കണ്ടു പാരഗ്വേയുടെ കാര്യത്തിലൊക്കെ ഒരു ഈസി ടീം എന്ന് പറഞ്ഞൊരു സംഭവം ഈ ലോകകപ്പിലില്ല. ഈ പാരഗ്വേയുടെ കാര്യം പറയുന്ന സമയത്ത് ഇപ്പം ജർമ്മനിയുടെ കാര്യത്തിലും ദിലീപ് അങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം വെച്ചാൽ അത്രയും പുഷ് ചെയ്ത് പ്രഷർ ചെയ്ത് ഇവരെങ്ങനെയൊക്കെ പിടിച്ചു നിർത്താം എന്നുള്ള കാര്യത്തിൽ പാരഗ്വേ. പിന്നെ ഈ ഒരു പെനാൽറ്റി ഷൂട്ട് ഔട്ടിന്റെ കാര്യത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതിൽ കുറച്ച് ലക്ക് മാത്രമല്ല, അതിനകത്ത് ഒരു സ്ട്രാറ്റജി ഒക്കെ ഉണ്ടാവും. എന്നാൽ പോലും ജർമ്മനിക്ക് അഡ്വാൻറ്റേജ് ഉള്ള ഒരു കളിയായിരുന്നു. പക്ഷെ ആ അഡ്വാൻറ്റേജിനെ പുഷ് ചെയ്യുന്ന രീതിയിൽ പാരഗ്വേ കളിക്കുകയും ചെയ്തു. ആ കളി വളരെ മനോഹരമായ കളിയായിരുന്നു. ഞാനിത് എൻ്റെ അഭിപ്രായമില്ല, ജർമ്മനിയുടെ കോച്ച് തന്നെ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞതാണ്. ആ രണ്ടാം ഗോള് ഡിസലവ് ചെയ്യേണ്ടത് അത് ശുദ്ധ മണ്ടത്തരായിരുന്നു. അത് ഞാൻ പൂർണ്ണ യോജിപ്പാണ്. എനിക്കത് അത് ശരിക്കും ഗോള് തന്നെയായിരുന്നു. ഒരു വാറിന്റെ പ്രയോഗം എന്തിനാന്ന് പറഞ്ഞാൽ ക്ലിയർ ആൻഡ് ഓബ്വിയസ് എറർ കറക്റ്റ് ചെയ്യാനാണ്. റെഫറിയുടെ ഭാഗത്തുനിന്ന് വളരെ വലിയൊരു മിസ്റ്റേക്ക്, ഇപ്പൊ ഒരു ഹാൻഡ് ബോൾ കാണാതിരിക്കുക, അല്ലെങ്കിൽ ഒരു ഫൗള്, ഒരാളുടെ കാല് ഇങ്ങനെ തട്ടി തെറിപ്പിച്ച് ഫൗൾ ചെയ്യുന്നത് കാണാതിരിക്കുക, ഇതല്ല. ഇത് പെനൽറ്റി ബോക്സിൽ ഗോൾ കീപ്പർ അങ്ങോട്ടും പുഷ് ചെയ്യും, കളിക്കാർ ഇങ്ങോട്ടും പുഷ് ചെയ്യാൻ സാധാരണയാണ്. അതും അത്ര വലിയൊരു തള്ളാണെങ്കിൽ ഈ ഗോൾ കീപ്പർ അപ്പൊ തന്നെ അത് സേവ് ചെയ്യാനുള്ള പൊസിഷനിൽ എത്തില്ല. അപ്പൊ അത് ഒരിക്കലും അതൊരു ക്ലിയർ ആൻഡ് ഒബ്വിയസ് എറർ എന്ന് പറയാൻ പറ്റില്ല. അതൊരു ഫൗളിന് പല റെഫറീസും ഫൗള് കൊടുക്കുമായിരുന്നു. അത് ഫൗള് കൊടുത്താലും വേറെ അത് ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഏത് തീരുമാനം റെഫറി എടുത്താലും ആ ഓൺ ഫീൽഡ് ഡിസിഷൻ നിലനിൽക്കണം. എന്നുവെച്ചാൽ അതൊരു ഓബ്വിയസ് എറർ എന്ന് ആർക്കും പറയാൻ പറ്റില്ല. പക്ഷെ അത് മാറ്റിക്കഴിഞ്ഞാൽ യൂലിയൻ നാഗൽസ്മാൻ തന്നെ പറഞ്ഞു, പക്ഷെ ഞങ്ങൾ ജയിക്കേണ്ട അത്ര കളിച്ചില്ല. അത് യാഥാർത്ഥ്യമാണ്. 130 മിനിറ്റ് കളിയിൽ 6 ഷോട്ടേ ഓൺ ടാർഗറ്റ് ഉള്ളൂ. അതില് അവരുടെ ക്രിയേറ്റീവ് പ്ലേയേഴ്സ് പറഞ്ഞ ഫ്ലോറിയൻ വേർട്സ് ഒരു നല്ല ക്രോസ് അത് ഹാവേർട്സ് കൺവേർട്ട് ചെയ്തു. ബാക്കി മൂസിയാല വന്നിട്ട് മെയിനായിട്ട് മറ്റേ ഗലാസിന്റെ തോണ്ടലും ഇതും കാരണം ദേഷ്യം വന്ന് കാർഡ് കിട്ടി. അതെ. പിന്നെ വേർട്സും അത് കൂടാതെ വലിയൊരു ഇൻഫ്ലുവൻസ് ആയിരുന്നില്ല. പൊതുവെ നിരാശപ്പെടുത്തിയൊരു ഡിസ്പ്ലേ ആയിരുന്നു. എനിക്കുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ പാരഗ്വേയുടെ അടുത്ത് നിന്ന് നമ്മൾ ഇത് മാത്രമേ പ്രതീക്ഷിക്കൂ. അൽഫാറോ ഈ ജോലി എടുത്തപ്പോൾ അവരോട് പറഞ്ഞത്, നിങ്ങൾക്ക് നിങ്ങളുടെ പാരഗ്വേൻ ഫുട്ബോൾ DNA തിരിച്ചു കിട്ടണം. ഇവരും ആ ഗ്വാർഡിയോള കെണിയിൽ പെട്ടുപോയതാണ്. ആ പൊസിഷൻ ഫുട്ബോൾ കളിക്കണം എന്നൊക്കെ പറഞ്ഞ് 2010 ശേഷം കുറെ കാലം അത് നോക്കി. അതിനുള്ള ടെക്നിക്കൽ കളിക്കാർ അവർക്കില്ല. അപ്പൊ അവരുടെ DNA ഇയാള് പറഞ്ഞത് ഇന്റൻസിറ്റി പ്ലസ് ഇതാണ് എന്താ ക്ലീൻ ഷീറ്റ്സ്, അതാണ് അവരുടെ DNA. അത് തന്നെയാണ്. അതുപോലെ അവര് കഴിഞ്ഞ 3 കളി കളിച്ചിട്ടുള്ളത്. ജർമ്മനി ഇന്നലെ ഒരു ഗോൾ അടിച്ചു, പക്ഷെ അതല്ലാതെ വളരെ ക്ലിയർ ചാൻസസ് ഒന്നുമില്ല. പാരഗ്വേയുടെ അടുത്തുനിന്ന് നമ്മൾ അതേ പ്രതീക്ഷിക്കുന്നു. പക്ഷെ ജർമ്മനിയെ പോലത്തെ ഒരു വലിയൊരു രാജ്യത്തിന്റെ അടുത്തുനിന്ന് കുറേം കൂടി ഒരു ഇമാജിനേഷനോടുകൂടി കളിക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ചു. അത് തീരെ കണ്ടില്ല. ഈ ഗോൾ കീപ്പേഴ്സിന്റെ പെർഫോമൻസിനെ വെച്ച് നോക്കിച്ചു. ഇപ്പൊ ഗില്ലിന്റെ പെർഫോമൻസ്, ഗില്ല് പക്ഷെ വളരെ കോൺഫിഡന്റ് ആയിട്ട് ഈ പറഞ്ഞായിരിക്കും, നേരത്തെ ദിലീപ് പറഞ്ഞ പ്രശ്നം തന്നെയായിരിക്കും. കാരണം തോൽക്കുകയാണെങ്കിൽ തോൽക്കുക എന്നുള്ളത് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വലിയൊരു ഗോൾ കീപ്പിംഗ് പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ്. ഈ ഹില്ല് കളിക്കുന്നത് അർജന്റീനയിൽ സാൻ ലോറൻസോ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു വലിയ ഒരു ജയന്റ് അർജന്റൈൻ ക്ലബ്ബാണ്. ഇതേപോലെ 90കളിൽ അർജന്റീനയിൽ വെലസ് സാസ്ഫീൽഡ് എന്ന് പറഞ്ഞാൽ അത്ര മറ്റേ ബോക്ക ജൂനിയേഴ്സ് ലെവലിലൊന്നും ഫേമസ് അല്ല.
പക്ഷെ അവർ ആ സമയത്ത് അവർക്ക് കാർലോസ് ബിയാൻചി എന്ന് പറഞ്ഞ ഭയങ്കര ഒരു കോച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ അവർ സൗത്ത് അമേരിക്കയുടെ ചാമ്പ്യൻസ് ലീഗായ കോപ്പ ലിബർട്ടഡോസ് ഒക്കെ ജയിച്ചു. അതിൽ ഗോൾ കീപ്പർ പാരഗ്വേയുടെ ഹോസെ ലൂയിസ് ഷിലവേർ ആയിരുന്നു. ബുൾഡോഗ് ഷർട്ട് ഇട്ടിരുന്ന ആള്. ശരിക്കും കാണാനും ശരിക്കും ഒരു ബുൾഡോഗിന്റെ പ്രകൃതം. ഫ്രീ കിക്കും പെനൽറ്റി ഒക്കെ എടുക്കണം കീപ്പർ. വളരെ ഫേമസ് ആയിരുന്നു. ഈ ഷിലവേർ കഴിഞ്ഞിട്ട് ജുസ്റ്റോ വിയാർ എന്ന് പറഞ്ഞ വേറെ ഒരു മികച്ച ഗോൾ കീപ്പർ വന്നു. അപ്പൊ ആ ഒരു പാരമ്പര്യം ഉണ്ട് അവർക്ക്. പിന്നെ ഇയാൾക്കും ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ജർമ്മനിയുടെ എതിരെയാ. തോറ്റാലും ആരും ഒന്നും നിങ്ങളെ കല്ലെറിയാനൊന്നും പോണില്ല. ജയിച്ച നാഷണൽ ഹീറോസ് ഇന്ന് അവർക്ക് ഹോളിഡേ, നാഷണൽ ഹോളിഡേ ആണ്. ഇതിൽ ഇനി അങ്ങോട്ട് മുന്നേറുമ്പോഴും ഇതേ സ്ട്രാറ്റജി തന്നെയായിരിക്കുമല്ലോ പാരഗ്വേക്ക് ഉണ്ടാവുക. അതായത് മറ്റു തരത്തിൽ നമ്മൾ പറഞ്ഞ നല്ല കളിക്കാരാണ്, നന്നായിട്ട് കളിക്കുന്നുണ്ട്, പക്ഷെ ഈ ഒരു സ്ട്രാറ്റജി ഇത് തന്നെയായിരിക്കും. അത് നമ്മൾ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം, അവരുടെ ആ സിസ്റ്റം വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ആ ഡിഫൻഡേഴ്സ് ഇന്നലെ അവസാനത്തെ പെനൽറ്റി ജയിപ്പിച്ച പെനൽറ്റി അടിച്ച കനാലെ, ഗുസ്റ്റാവോ ഗോമസ് ആദ്യത്തെ മിനിറ്റുകളിൽ ഒരു പരിക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. മറ്റേ മിഡ്ഫീൽഡിൽ ആൻഡ്രസ് ക്യൂബാസ്, ഇവരൊക്കെ എത്ര കിലോമീറ്റർ ഓടിയെന്ന് എനിക്കറിയില്ല. ചുരുങ്ങിയത് ഒരു 12-13 കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും. അവര് നിർത്താതെ ടാക്കിൾ ചെയ്യുക, പ്രസ് ചെയ്യുക, അങ്ങനത്തെ ഒരു കളിയായിരുന്നു. അത് ശരിക്കും അഭിനന്ദിക്കാൻ. അവരുടെ ലെവൽ അതാണ്. അതിപ്പോ ഫ്രാൻസ് ആയാലും സ്വീഡൻ ആയാലും അവർ ഇതേപോലെ തന്നെ കളിക്കും. ഈ നെതർലൻഡ്സ് മൊറോക്കോ കളിയിൽ ഇന്നലെ ദിലീപ് പറഞ്ഞു, കാരണം ഒന്നും പറയാൻ പറ്റില്ല എന്ന്. ഈ ശരിക്കും പറഞ്ഞാൽ കളി അവസാനിക്കുന്നവരെ പെനാൽറ്റി ഷൂട്ടൗട്ട് പോലും നമുക്കൊന്നും തീർത്ത് പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷെ അതിനകത്ത് ഒരു മികച്ച കളി പ്രകടിപ്പിച്ചിട്ടുള്ളത് മൊറോക്കോ ആണെന്നുള്ളതിൽ സംശയമില്ലാത്ത കാര്യം. ആർക്കും അങ്ങനെ ഒരു ഞാൻ എവിടെയോ ഡച്ച് ട്രാജഡി എന്നൊക്കെ ഒരു ഹെഡ്ലൈൻ വായിച്ചു. പക്ഷെ അത് ഒരിക്കലും ഒരു ട്രാജഡി എന്ന് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ ജയിക്കാൻ അർഹിച്ച ടീം മൊറോക്കോ തന്നെയാണ്. അവര് പൊസിഷൻ ഡോമിനേറ്റ് ചെയ്തെന്ന് മാത്രമല്ല, ഫ്ലുവന്റ് ഫുട്ബോൾ കളിച്ചത് അവര് തന്നെ. നെതർലൻഡ്സ് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റോണൾഡ് ക്ലൂമൻ കുറച്ചൊരു എല്ലാ കാലത്തെയും മികച്ചൊരു ഡച്ച് ടീമിൽ കളിച്ച കളിക്കാരനാണെങ്കിലും താനൊരു കൺസർവേറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ഒരു കോച്ചാണ്. അങ്ങനത്തെ കോച്ചസിനുള്ള പ്രശ്നം ഇതാണ്. ഇവര് ഈ ഒരു പാരഗ്വേ എങ്ങനെ കളിക്കുമ്പോൾ എനിക്കൊരു പ്രശ്നമില്ല. എന്താ വെച്ചാൽ അവരുടെ ലെവൽ അതാണ്. ഇത് നിങ്ങൾക്ക് ഇത്രയും മികച്ച കളിക്കാരുണ്ടായിട്ട് നിങ്ങൾ 30% പൊസിഷൻ വെച്ച് കളിക്കുക. ഒരു ആംബിഷനും കാണിച്ചില്ല നെതർലൻഡ്സ്. നല്ല ചാൻസസ് മുഴുവൻ മൊറോക്കോനായിരുന്നു. ഹക്കീമി ബാർ അടിച്ചു. മറ്റേ ബെസ്റ്റ് സേവ് ഓഫ് ദ ടൂർണമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. വെർബ്രുഗന്റെ മറ്റേ അവസാനം സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ നിന്നുള്ള ഷോട്ട് സേവ് ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെ നോക്കിയാലും മൊറോക്കോ അർഹിച്ചൊരു ജയം തന്നെയാണ്. ഇതില് പിന്നെ നമുക്കിപ്പം 6ഉം 7ഉം സ്ഥാനങ്ങളിലെ 2 ടീമാണല്ലോ. അതെ. മറ്റത് പോലെ ഒന്നല്ല. ഇപ്പം പാരഗ്വേയും ജർമ്മനി എന്ന് പറഞ്ഞാൽ വലിയ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള 2 ടീമുകൾ, അപ്പം ചില അഭിപ്രായങ്ങൾ വന്നെന്ന് വെച്ചാൽ ഈ ഒരു ടൈ ബ്രേക്കിന്റെയും അല്ലെങ്കിൽ പിന്നീട് വരുന്നതിന്റെ ഒക്കെ ഏറ്റവും വലിയ പ്രശ്നമാണിത്. കാരണം വളരെ മികച്ച ഇപ്പം നാളെ ആദ്യത്തെ നോക്കൗട്ട് റൗണ്ട് തന്നെ ബ്രസീലും അർജന്റീനയും ഏറ്റുമുട്ടുന്നു, അല്ലെങ്കിൽ ഫ്രാൻസും അർജന്റീനയും ഏറ്റുമുട്ടുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്നത് ഫുട്ബോളിന് വളരെ മോശമാണെന്നുള്ള രീതിയിലൊരു അഭിപ്രായം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഇത്രയും ടീം ഉള്ളപ്പോ ഇതിപ്പോ ഈ സിസ്റ്റം ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത്, ഈ 48 ടീം എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ നോക്കൗട്ടിലേക്ക് പോകാൻ പറ്റില്ല. ഇത്രയും കാലം 98-ന് ശേഷം 32 ടീം ആകുമ്പോൾ നേരെ 16 ടീമിന് പോയിട്ട് അവിടെ 8 നോക്കൗട്ട് റൗണ്ട്, അങ്ങനെ പ്രീ ക്വാർട്ടർ അങ്ങനെ പോവാം. ഇതിപ്പോ 32 ആക്കണമെങ്കിൽ ഈ 3-ാം സ്ഥാനത്തെ ടീമുകളെയും കൂടി കൂട്ടണം. അപ്പൊ അങ്ങനെ ആവുമ്പോ കോമ്പിനേഷനൊക്കെ ആകെ താറുമാറാവും. പിന്നെ ഇത്രയും ഗ്രൂപ്പ് ഉള്ളപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ കൺഫെഡറേഷനത്തെയും ടീം വേറെ വേറെ ഗ്രൂപ്പിലായിരിക്കണം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ഇങ്ങനത്തെ ഡ്രോയെ കിട്ടുള്ളൂ നമുക്ക്. ഈ ഫ്രാൻസും സ്വീഡനും തമ്മിലുള്ള കളിയാണെന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കളി എന്ന് പറയുന്നത്. അതിനകത്ത് പൊതുവെ എല്ലാവരും കരുതുന്നത് ഫ്രാൻസ് തന്നെയായിരിക്കും. ഫ്രാൻസിന്റെ ഡോമിനൻസ് മാത്രമല്ല, സ്വീഡൻ 5 ഗോളിന് ഒരാളെ തോൽപ്പിക്കുന്നു, 5 ഗോൾ ഏറ്റുവാങ്ങി തോൽക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്തൊരു ടീമാണ്. അപ്പൊ നമുക്ക് ഗ്രൂപ്പ് സ്റ്റേജ് വെച്ചല്ല, എന്നാൽ പോലും സ്വീഡനേക്കാളും എത്രയോ മികവുള്ള ടീമല്ലേ ഫ്രാൻസ്? അതെ. ഇപ്പൊ ഈ കളി ഒരു 20 തവണ കളിച്ചാൽ ഒരു 19 തവണ ഫ്രാൻസ് ജയിക്കേണ്ട കളിയാണ്. പക്ഷെ സ്വീഡന്റെ കാര്യത്തില് അവര് ഒരു കാലത്തും എഴുതി തള്ളാൻ പറ്റാത്തൊരു കാരണം, ഇറ്റാലിയൻ ഫുട്ബോൾ ആദ്യം ഈ ഫോറിൻ പ്ലേയേഴ്സിനെയൊക്കെ കൊണ്ടുവരാൻ തുടങ്ങിയ കാലത്ത്
1940കളിലും 50കളിലും ഗ്രനോളി എന്ന് പറഞ്ഞിട്ട് ഗുണർ ഗ്രൻ, നോർഡാൽ, നീൽസ് ലീഡ്ഹോം 3 കളിക്കാരായിരുന്നു ആദ്യകാലത്തെ താരങ്ങൾ, ഫോറിൻ സ്റ്റാർസ് ഇറ്റാലിയൻ ലീഗിൽ. ഇവരാണ് പെലെക്കെതിരെ ലോകകപ്പ് ഫൈനലിലും കളിച്ചത്, 2-3 പേര്. അപ്പൊ അങ്ങനത്തെ ഒരു പാരമ്പര്യം ഉള്ളത് അറ്റാക്കിംഗ് പ്ലെയേഴ്സിന്റെ. പിന്നീട് 90കളുടെ തോമസ് ബ്രോളിൻ, മാർട്ടിൻ ഡാലൻ, കെന്നത്ത് ആൻഡർസൺ, പിന്നെ ഹെൻറിക് ക്ലാസൻ എൻ്റെ ഒരു വലിയ ഹീറോ ആയിരുന്നു, സെൽറ്റിക്കിന് കളിച്ചിരുന്നതായിരുന്നു. അപ്പൊ എല്ലാ കാലത്തും അവർക്ക് അങ്ങനത്തെ ഫിനിഷേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഈസാക്കും യോക്കറസും. അപ്പൊ അവര് വളരെ സംതൃപ്തരായിരിക്കും 30% ബോൾ കിട്ടിയാലും. അത് അവർക്കൊരു പ്രശ്നമല്ല. പക്ഷെ കൗണ്ടറിൽ അവരെ പേടിക്കേണ്ട ഒരു ടീമാണ്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഈ സ്വീഡിഷ് ഡിഫൻസിനെ ശരിക്കും ബുള്ളി ചെയ്യാനുള്ള ഒരു ഫ്രണ്ട് ലൈൻ ഫ്രാൻസിനുണ്ട്. എന്താ വെച്ചാൽ അവർ ആരെ കളിപ്പിച്ചാലും, ഇപ്പൊ ബാർക്കുളയും മറ്റേ മാർക്കസ് തുറാമൊക്കെ ഇന്ന് ബെഞ്ചിലായിരിക്കും മിക്കവാറും. പക്ഷെ എന്നാലും അവര് ആരെ കളിപ്പിച്ചാലും എല്ലാവർക്കും അങ്ങനത്തെ സ്പീഡാണ്. ഈ ലോ ബ്ലോക്ക് ബ്രേക്ക് ചെയ്യാൻ 2 വഴികൾ. ഒന്ന് ഭയങ്കര സ്പീഡ് വൈഡ് പ്ലെയേഴ്സിന്റെ, അല്ലെങ്കിൽ ഭയങ്കര സ്കില്ല്. ഇതിപ്പോ രണ്ടും ഉണ്ട്. ഇപ്പൊ മൈക്കിൾ ഒളീസയ്ക്ക് സ്പീഡും സ്കില്ലും ഉണ്ട്, ഡെംബെലയ്ക്ക് സ്പീഡും സ്കില്ലും ഉണ്ട്, എംബാപ്പയ്ക്ക് ഉണ്ട്, ഡൂവയ്ക്ക് ഉണ്ട്, ബാർക്കർ, ഇവർക്ക് എല്ലാവർക്കും ആ ഒരു കഴിവ്. അതെ, ആർക്കും എല്ലാവർക്കും ഉണ്ട്. അപ്പൊ മിഡ്ഫീൽഡ് അവർക്ക് ബോള് ഫാസ്റ്റായി എത്തിച്ചു കൊടുത്താൽ അവര് ബാക്കി ചെയ്തോളും. അതായത് നമ്മളിപ്പം ഫ്രാൻസ് ജയിക്കുന്നുള്ള ഏതാണ്ട് ഉറപ്പാണ്. ഇനി സ്വീഡൻ ജയിക്കാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അത്? സ്വീഡൻ ജയിക്കണമെങ്കിൽ അവർ നേരത്തെ ഒരു ഗോൾ അടിച്ചിട്ട് ഫ്രാൻസിനെ ആദ്യം പിടിച്ചു നിർത്തിയിട്ട് ആദ്യത്തെ ഒരു 20-25 മിനിറ്റ് പിടിച്ചു നിർത്തി അവർ ഇന്നലെ ജപ്പാൻ അടിച്ച പോലെ ഒരു 30 മിനിറ്റിന് അടുപ്പിച്ച ഒരു ഗോൾ അടിച്ച് പിന്നെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ നോക്കണം. എന്താ വെച്ചാൽ ഫ്രാൻസ് മുന്നേറുമ്പോൾ കുറച്ച് ഗ്യാപ്സ് ഉണ്ടാവും ഇവരുടെ ഫോർവേഡ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ. മിഡ്ഫീൽഡിലും അയാറി, ബേർവാൽ അങ്ങനത്തെ നല്ല കളിക്കാരുണ്ട്. അപ്പൊ ആ ഒരു ചാൻസ് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഫ്രാൻസ് നേരത്തെ ഒരു ഗോൾ അടിച്ചാൽ ഇതൊരു വലിയൊരു സ്കോർ ആവാനുള്ള സാധ്യതയുണ്ട്. മെക്സിക്കോ ഇക്വഡോർ ആണ് മറ്റൊരു കളിയുള്ളത്. അതിൽ നമുക്കറിയാം ഇക്വഡോർ തോൽപ്പിച്ച ടീമാണ് ഇന്നലെ പുറത്താവുന്ന ജർമ്മനി. അന്നേരം തന്നെ ജർമ്മനിയുടെ ഭാവിയെക്കുറിച്ച് എല്ലാവർക്കും ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ മെക്സിക്കോ ആയിട്ടുള്ള കളിയിൽ ഇക്വഡോറിന് അതേ കളി പ്രദർശിപ്പിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ ഒരു മികവ് കാണിക്കാൻ പറ്റുമോ? അവർ പ്രദർശിപ്പിക്കില്ല. എന്താ വെച്ചാൽ അവർക്ക് ജയിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് എക്സ്ട്രാ ടൈമും പെനൽറ്റീസ് ആയാലും മതി. അപ്പൊ അവര് അവരുടെ പഴയ ഒരു കുറച്ച് ഗാർഡഡ് ആയിട്ടുള്ള ഒരു ശൈലിയിൽ തന്നെ കളിക്കും. ജർമ്മനിക്കെതിരെ അവർക്ക് 3 പോയിന്റ് ആവശ്യമായിരുന്നു. ഇതിപ്പോ കുറച്ച് ടൈറ്റായി കളിച്ച കളി അവസാനം ആവുമ്പോ ഒരു 90 മിനിറ്റ് ഒക്കെ ആവുമ്പോ മെക്സിക്കോ ക്ഷീണിക്കുമ്പോ ഇവര് ക്ഷീണിക്കാത്ത കളിക്കാര്, ഈ മോയ്സസ് കൈസേഡോ ഒക്കെ ശരിക്കും ഒരു മറ്റെന്താ എനർജൈസർ ബണ്ണി എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ ഓടുന്ന ഒരാളാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ഒരു 90-ാം മിനിറ്റ് അല്ലെങ്കിൽ എക്സ്ട്രാ ടൈം അതിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എക്വഡോറിന്റെ സാധ്യത ഇങ്ങനെ കൂടിക്കൂടി വരും. അപ്പൊ അവരുടെ ഗെയിം പ്ലാൻ അത് തന്നെയായിരിക്കും. ആദ്യത്തെ പകുതിയൊക്കെ വളരെ ടൈറ്റായി ഡിഫെൻഡ് ചെയ്ത് എങ്ങനെയെങ്കിലും മെക്സിക്കോ ഗോൾ അടിക്കാതെ നോക്കുക. നോർവേ ഐവറി കോസ്റ്റും തമ്മിലുള്ള കളിയിൽ നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യത്തെ കളിയിൽ നോർവേയുടെ 2 പ്രധാനപ്പെട്ട കളിക്കാരെയാണ് റെസ്റ്റ് ചെയ്തിട്ടാണ് കളിക്കുന്നത്. അതും ദിലീപ് ഇപ്പം പറയാറുണ്ട്, ഇനി വരാൻ പോകുന്ന കളി നോക്കിയാൽ മതി, ഇതിൽ ഞങ്ങൾ ജയിച്ചാലും തോറ്റാലും പ്രശ്നമില്ല എന്ന് വരുന്ന സമയത്ത് അതാണ് ചെയ്യുന്നത്. പക്ഷെ ഇതിൽ ഇതൊരു ഫുൾ ടീം ആയിരിക്കും ഇന്ന് ഇറങ്ങുന്നത്. അതെ, ഇന്ന് ഫുൾ ടീം ആയിരിക്കും, ഒരു സംശയമില്ല. അവർക്കൊക്കെ ഹാലൻഡ് ഇറങ്ങും, ഓഡഗാർഡ് ഇറങ്ങും, അലക്സാണ്ടർ സോളോത്ത്, അവർ മിക്കവാറും 2 സ്ട്രൈക്കേഴ്സിനെ കളിപ്പിക്കും. പിന്നെ അവരുടെ ആദ്യത്തെ 2 കളിയിൽ കളിച്ച ഫുൾ ടീമും മറ്റേ ആന്റോണിയോ ന്യൂസ ഇവരൊക്കെ ഇറങ്ങും. അത് നല്ലൊരു കളിയായിരിക്കും. ഇപ്പൊ ഹോളണ്ടിന്റെ കേസിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു 70 കൊല്ലത്തിലധികമായി ഒരു കളിക്കാരൻ തന്റെ ആദ്യത്തെ 3 ലോകകപ്പ് കളിയിൽ ഗോൾ അടിക്കുന്നത്. ഹംഗറിയുടെ എല്ലാ കാലത്തെ ഏറ്റവും മികച്ച സ്ട്രൈക്കറായിരുന്നു ഷാൻഡോർ കോക്ചെഷ്. അപ്പൊ 54 അങ്ങനെ ആദ്യത്തെ 3 കളിയിൽ ഗോൾ അടിച്ചു. അപ്പൊ ഇന്ന് ഹാളണ്ടിന് അത് ചാൻസ് ഉണ്ട്. ഐവറി കോസ്റ്റിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ അവർക്കിപ്പോ ഭയങ്കര വാശിയാണ്. ഇപ്പൊ ആ ജർമ്മനി കളി കഴിഞ്ഞിട്ട് ബാസ്റ്റ്യൻ ഷ്വൈൻസ്റ്റൈഗർ എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവര് വളരെ ഒരു റേസിസം ഇതാക്കി മാറ്റിയിട്ടുണ്ട് അവരത്. എന്താ ആഫ്രിക്കൻ ഫുട്ബോൾ ഒരു വൈൽഡ് ഫുട്ബോളാണ്, സ്ട്രാറ്റജി ഇല്ലാത്തൊരിതാണ്. സെനഗലിനെ എല്ലാം കൂട്ടി പറഞ്ഞാൽ ആ ജർമ്മനി ഐവറി കോസ്റ്റ് കളിയെ പറ്റിയാണ് മെയിനായിട്ട് പറഞ്ഞത്. പക്ഷെ അത് അവർക്കൊരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഞങ്ങളും ടാക്ടിക്കലി വളരെ
സൗണ്ട് ആയിട്ടുള്ള ശരിക്കും team കൾ വൈൽഡ് എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ വേർഡായിട്ടാണ് തോന്നുന്നത്, വന്യം എന്നുള്ള രീതിയിലേ. അതെ, അത് എത്രയായാലും ഭാഷയിൽ ഇപ്പൊ ട്രാൻസ്ലേഷനൊക്കെ വരുമ്പോ ചെറിയ അതെ. തെറ്റിദ്ധാരണകളൊക്കെ വരും. എനിക്ക് തോന്നുന്നില്ല ഒരു അങ്ങനെ ആയിരിക്കില്ല ഷൈൻസ്റ്റൈഗർ പറഞ്ഞത്. അങ്ങനെ ഉദ്ദേശിച്ച് ഒരിക്കലും പറഞ്ഞതാണ്. ഉദ്ദേശിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇവര് ആ അർത്ഥത്തിലാണ് എടുത്തിട്ടുള്ളത്. എടുത്തിരിക്കുന്നത്. അത് അവരെയും കുറ്റം പറയാൻ പറ്റില്ല. ഓരോരുത്തരും എങ്ങനെ മനസ്സിലാക്കണമെന്ന് നമ്മളല്ലോ തീരുമാനിക്കും. പക്ഷെ അവര് അത് ഉപയോഗിച്ചിട്ട് ഇപ്പൊ അവരുടെ ഇനിയുള്ള കളികൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആക്കി അത് മാറ്റിയിരുന്നു. നമുക്ക് ആൾക്കാരെ കാണിച്ചു കൊടുക്കണം. പിന്നെ അവർക്ക് എല്ലാ പൊസിഷനിലും ഇപ്പൊ ഡിഫൻസില് വളരെ ശക്തമായ ഡിഫൻസാണ്, നല്ല ഗോളിയാണ്. സെൻട്രൽ മിഡ്ഫീൽഡ് ഫ്രാങ്ക് കെസ്സിയെ കൂടാതെ ഇപ്പൊ എല്ലാ വലിയ ക്ലബുകളും നോക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ക്രിസ്റ്റ ഉല എന്ന് പറഞ്ഞ കളിക്കാരൻ. പിന്നെ യാൻ ഡിയമാൻഡെ ഇപ്പൊ എവിടെ പോകുന്ന, ഏത് ക്ലബിലേക്ക് പോകും, PSG പോകണം എന്നൊക്കെയാണ് തന്റെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റേ ഭാഗത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ അമാദ് ദിയാലോ. അപ്പൊ ഇവരെ എങ്ങനെയായാലും അവരും വളരെ ഡേഞ്ചറസ് ആയിരിക്കും കൗണ്ടർ അറ്റാക്ക്. എനിക്ക് കാണേണ്ടത് ഏത് ടീമാണ് കൗണ്ടർ ചെയ്യാൻ പോണെന്ന്. പക്ഷെ രണ്ട് ടീമിന്റെയും ശക്തി ഫാസ്റ്റ് ബ്രേക്സ് ആണ്. അപ്പൊ ആര് കളി കൺട്രോൾ ചെയ്യാൻ നോക്കുന്ന കാണാൻ നല്ല രസമാണ്. അതിലൊരു ഏകപക്ഷീയമായ ഒരു വിജയം ഉണ്ടാകാൻ തോന്നുന്നില്ല. എന്താ വെച്ചാൽ രണ്ടുപേർക്കും അത്രയും മികച്ച അറ്റാക്കിംഗ് പ്ലേയേഴ്സ് ഉണ്ട്. ഈ മെക്സിക്കോയുടെ കളിയിൽ അങ്ങനെ തന്നെയാണോ സംഭവിക്കുന്നത്? അതിൽ നമ്മൾ റിസൾട്ടിനെ പറ്റി സൂചിപ്പിച്ചില്ല. മെക്സിക്കോയുടെ കളിയിൽ എനിക്ക് തോന്നുന്നത് ഹോം ക്രൗഡ് ഫാക്ടർ കാരണം മാത്രം മെക്സിക്കോ കഷ്ടി ജയിക്കും എന്നുള്ളൊരു സംശയമുണ്ട്. എനിക്ക് ഒരു ഗോൾ അല്ലെങ്കിൽ 2-1. പക്ഷെ അത് വളരെ എക്വഡോർ ഒരു കളിയും നിങ്ങൾക്ക് ഈസി ആക്കി തരില്ല.